മനുഷ്യജീവിതത്തിലെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങൾ മൂന്നാണ്: വായു, ജലം, ഭക്ഷണം. ഇതെല്ലാം മനോഹരമായ ഈ പ്രകൃതിയെ ആശ്രയിച്ചിരിക്കുന്നു. മണ്ണിനും ജലത്തിനും ശുദ്ധവായുവിനും പ്രാധാന്യം നൽകാത്ത വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചുറ്റും നടക്കുമ്പോൾ അല്പാൽപമായി മരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ വിലാപം നാം കേൾക്കാതെ പോകരുത്. പ്രളയം, ഉരുൾപൊട്ടൽ, ചുഴലിക്കാറ്റ്, സുനാമി എന്നിങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ അടിക്കടി നമുക്ക് ചുറ്റും താണ്ഡവമാടുമ്പോൾ വരാൻ പോകുന്ന വിപത്തിൻ്റെ അപായ സൂചന മനസ്സിലാക്കി ദൈവം നമുക്കൊരുക്കിയ ഈ സൃഷ്ടപ്രപഞ്ചത്തെ സ്നേഹിച്ച് പരിപാലിക്കാൻ, സംരക്ഷിക്കാൻ നമുക്കാവട്ടെ. മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിച്ച മുൻ തലമുറയെ മനസ്സാ സ്മരിച്ചുകൊണ്ടും അവർ നമുക്കായി കരുതിയതൊക്കെയും ഒന്നുപോലും കുറയാതെ വരും തലമുറയ്ക്ക് കൈമാറാൻ നമുക്കാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ചുറ്റുമുള്ള ഈ ലോകത്തെ സങ്കല്പത്തിൻ്റെ വർണ്ണക്കാഴ്ചകളിൽ കോർത്തിണക്കി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ദ ഹാൻഡ് ഓഫ് ഗോഡ്. ഞാൻ സർവചരാചരങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. എൻ്റെ അറിവ് കൂടാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങളുടെ കണ്ണിൽ നിന്നും മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം അത്ഭുതം നിറഞ്ഞതും ദുരൂഹവുമാണോ, അതുപോലെ തന്നെയാണ് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹവും. അത് നിങ്ങളുടെ ചിന്തകൾക്കും കാഴ്ചപ്പാടുകൾക്കും അപ്പുറത്താണ്. നിങ്ങൾക്കായി പ്രതീക്ഷ നിറഞ്ഞ എൻ്റെ സഞ്ചാരവും അപ്രകാരം തന്നെ. എൻ്റെ ഓരോ സൃഷ്ടിക്കും ഓരോ നിയോഗം ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. എന്നിൽ നിന്നും ജന്മമെടുക്കുന്ന സകല ചരാചരങ്ങൾക്കും അവരുടെ നിയോഗങ്ങൾ നടപ്പിലാക്കാൻ കഴിവുകൾ വിളമ്പിയവനാണ് ഞാൻ. കാലം തീർക്കുന്ന ചുഴികളിലും പരീക്ഷണങ്ങളിലും കാൽ ഇടറിയവരാണ് ഏറെ. അവരുടെ തിരിച്ചുവരവിനായി കാതോർത്ത് കാത്തിരിക്കുന്നവനും ഈ ഞാൻ തന്നെ. എന്നിൽ നിന്നും വേർപെട്ടു വന്ന ഈ സത്വത്തിനും ഒരു നിയോഗം ഞാൻ കാത്തുവെച്ചിട്ടുണ്ട്. വെല്ലുവിളികൾ ഏറ്റെടുത്ത് ആ നിയോഗം പൂർത്തീകരിച്ച് അവൻ്റെ തിരിച്ചുവരവിനായി ഞാൻ കാത്തിരിക്കുന്നു. നിൽക്കവിടെ. ആരാ നീ? ഞാനിതെവിടെയാ? നീ ഇപ്പോൾ സ്വർഗ കവാടത്തിൻ്റെ മുമ്പിലാണ്. ഞാൻ ഈ കവാടത്തിൻ്റെ കാവൽക്കാരനും. നിന്നെ എനിക്കിതിലെ കടത്തിവിടാൻ പറ്റില്ല. അതെന്താ? എനിക്ക് നിന്റെ പേര് കിട്ടിയില്ല. എൻ്റെ പേര് ശിബുമോൻ. എന്തു മോനായാലും പേര് കിട്ടാതെ എനിക്ക് നിന്നെ കടത്തിവിടാൻ പറ്റില്ല. ദാ ആ കാണുന്നതാണ് നരക കവാടം. ചിലപ്പോൾ നിന്റെ പേര് അതിലുണ്ടാകും. എൻ്റെ അമ്മോ, കണ്ടിട്ട് തന്നെ പേടിയാകുന്നു. എനിക്കതിലേ പോകണ്ട. എന്ന് പറഞ്ഞാലൊക്കില്ല. എടാ, പേരുണ്ട്, അങ്ങോട്ട് തന്നെ പോകണം. ഇവിടെ നിന്റെ പേരില്ലാത്ത സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. വേണ്ട ചേട്ടാ, എനിക്കിതിലേ പോയാൽ മതി. ഒന്ന് വിടണേ പ്ലീസ്. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ നിന്നോട്? അതെ, കാര്യമായിട്ട് കാണാന്നേ. ഒന്ന് വിടുന്നേ. പോടാ. വന്നേക്കണവൻ ഭൂമിയിലെ അവൻ്റെ സ്ഥിരം തട്ടിപ്പോയിട്ട്. പോടാ പോടാ, പോ പോ പോ. നിന്നെ ഞാൻ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ. പ്ലീസ് ചേട്ടാ, എന്നെ ഒന്ന് കയറ്റി വിടുന്നേ. എൻ്റെ പൊന്നു ചേട്ടനല്ലേ. ചേടാ, ഇവനൊരു പണിയായല്ലോ. എടാ, ഒരു കാര്യം ചോദിക്കട്ടെ, നീ എങ്ങനെയാ മരിച്ചേ? അത് വേണ്ട വേണ്ട, ഇരിക്കണ്ട നീ അവിടെ. അതെന്താ ചേട്ടാ? ഓരോരുത്തന്മാരെ ഓരോ കസേര കയറി ഇരുന്നിട്ടുണ്ടല്ലോ. പിന്നെ ആ കസേരയമ്മേന്ന് അവരൊന്ന് എഴുന്നേൽപ്പിക്കാൻ നിങ്ങപ്പെടുന്ന പാടേ ഞങ്ങൾ ഇവിടെ കിടന്ന് കാണുന്നതാണ്. ആ ശിവമോൻ പറ. ഇല്ല, ഞാൻ പറയാനില്ല. എടോ താൻ പിണങ്ങണ്ട,
ഞാനൊരു തമാശ പറഞ്ഞോടൂ, താൻ പറ. ആ, പറ എൻ്റെ ഷീബു മോനെ. ഹോ, അന്നത്തെ ഒരു മഴ നിർത്താതെ പെയ്യുമായിരുന്നു. ഡാമൊക്കെ നിറഞ്ഞ്. എങ്ങനെ നിറയാതിരിക്കും? ഉള്ള കായലും പാടും തോടും ഒക്കെ നികത്തി ഫ്ലാറ്റ് പണിയല്ലേ, ഫ്ലാറ്റ്. ശരിയാ ചേട്ടാ, വികസനത്തിൻ്റെ പേരിൽ മനുഷ്യൻ കൃഷിയൊക്കെ മറന്നു. പച്ചപ്പിൻ്റെ ആ മണവും നീണ്ട പാടവരമ്പും, കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ മീൻ പിടിച്ചുകൊണ്ടിരുന്ന തോടും ആമ്പലും കുന്നിക്കുരുവും ഒന്നും ഇന്നില്ല. സാരമില്ലടാ, പോട്ടെ, നീ വിഷമിക്കാതെ. ആ, പിന്നെ എന്ത് സംഭവിച്ചെന്ന് നീ പറഞ്ഞില്ല. അന്ന് മഴ കനത്ത് പ്രളയമായി. ഡാം എല്ലാം തുറന്ന് ഞങ്ങളുടെ പാനായിക്കുളവും മുങ്ങിത്തുടങ്ങി. അയ്യോ എന്റെ ക്രാവ്. എടി, ഒന്ന് വേഗം വരാൻ നോക്ക്. അപ്പൊ എന്റെ കോഴിനെ എന്ത് ചെയ്യും? മുങ്ങിച്ചാവാൻ പോകുമ്പോഴാണ് അവളുടെ ഒരു കോഴി. നീ കോഴിനെ പെറുക്കി അവിടെ നിന്നോ. അല്ല, നമ്മൾ എങ്ങോട്ടാ പോകാ? LF-ലേക്ക്, അല്ലാതെ എങ്ങോട്ടാ? ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ, പാനായിക്കുളം. പാനായിക്കുളം എന്ന സുന്ദര ഗ്രാമത്തിന്റെ ഐശ്വര്യം. ഇവിടുത്തെ പൊന്നോമനകൾ പിച്ചവെച്ച് വളർന്ന അക്ഷരമുറ്റം. ഗ്രാമവാസികളുടെ അഭയവും ആശ്വാസവും എല്ലാം ഈ വിദ്യാലയമാണ്. മോളെന്താ വിഷമിച്ചിരിക്കുന്നേ? എന്റെ കുഞ്ഞമ്മണിയെ എടുക്കാൻ പറ്റിയില്ല. അതാരാ മോളെ? എന്റെ കുഞ്ഞമ്മണി അല്ലാണ്ടാരാ? ഓ, കുഞ്ഞമ്മണി. എൻ്റെ ഒരു കാര്യം, വയസ്സായില്ലേ? ആട്ടെ, കുഞ്ഞമ്മണി സുന്ദരിയാണോ? സുന്ദരിയാണല്ലോ. സുന്ദരിയായിരിക്കും. മോളും സുന്ദരിയാണല്ലോ. മോളുടെ പേരെന്താ? മണിക്കുട്ടി. മണിക്കുട്ടി, നല്ല പേര്. മണിക്കുട്ടി ഏതിലാ പഠിക്കുന്നേ? 4 LF-LPS. ദാ അതാ എന്റെ സ്കൂള്. അതെയോ? അടുത്ത വർഷം ഞാൻ ഈ ഹൈസ്കൂളിൽ വരുമെന്ന് അമ്മ പറഞ്ഞല്ലോ. ഓ, മിടുക്കി. അമ്മൂമ്മ ഏത് സ്കൂളിലാ പഠിച്ചേ? അമ്മൂമ്മ സ്കൂളിൽ പഠിച്ചിട്ടില്ല മോളെ. അതെന്താ? പണ്ട് പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു മോളെ. അക്കാലത്ത് പെൺകുട്ടികൾ വീടിൻ്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിയിരിക്കണമായിരുന്നു. പുരുഷന്മാർക്കൊപ്പം ഇരിക്കാനോ സംസാരിക്കാനോ അഭിപ്രായം പറയാനോ ഒന്നും അനുവാദം ഉണ്ടായിരുന്നില്ല. ഇത് കുട്ടിമാളുവിൻ്റെ കഥ. ഇതൊരു പഴയകാല ചരിത്രകഥ. തമ്പുരാക്കന്മാർ നാടുവാണിരുന്ന താണവനെന്നും കറുത്തവനെന്നും മനുഷ്യനെ വേർതിരിച്ചിരുന്ന കാലത്തെ കഥ. അക്കാലത്തെ വിദ്യാഭ്യാസവും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട സ്ത്രീജനങ്ങളുടെ കഥ. പഠിക്കാൻ അതിയായി ആഗ്രഹിച്ച കുട്ടിമാളുവിൻ്റെ കഥ. കേട്ട നേരം തമ്പൂരാൻ മെല്ലെ
ദാഹിക്കണു. നിനക്ക് ഇത്ര അഹങ്കാരമോ? ഇത് നിലത്ത് വീണതാണെന്നുള്ള ചിന്ത പോലും നിനക്കില്ലാതെ പോയി. നിന്നെ ഞാനിന്ന് അങ്ങനെ പഠിക്കാൻ ആഗ്രഹിച്ച തമ്പുരാട്ടിക്കും പെണ്ണായതുകൊണ്ട് പഠനവും പുറം ലോകവും നിഷേധിക്കപ്പെട്ടു. ഇതേസമയം ചെറുമന്റെ കിടാത്തിക്കും പഠിക്കാൻ പൂതിയായി. അമ്മേ, എനിക്ക് പഠിക്കണം. പഠിക്കാനോ? എൻ്റെ കുട്ടിമാളു, നീ എന്തായി പറയുന്നേ? പെൺകുട്ടികൾ പഠിക്കേ, ഓൻ പഠിക്കട്ടെ. മോള് അമ്മയെ സഹായിക്ക്. പാടത്ത് അമ്മയുടെ കൂടെ പോര്. അതെന്താ? ഞാൻ പഠിച്ചാലേ എനിക്കും പഠിക്കണം. വയസ്സ് 10-12 നാളെ ഒരാളുടെ കൂടെ പറഞ്ഞു വിടാനുള്ളതാ. അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം. നിഷേധി. സ്ത്രീകളുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പലരും പരിശ്രമിച്ചു. ആ സമയത്താണ് പെൺകിടാങ്ങളെ പഠിപ്പിക്കാനും സ്വന്തം കാലിൽ നിർത്താനും തയ്യാറായി ഒരമ്മ വരുന്നത്. അമ്മയോ? അതാരാ? മദർ എലീശോ. നല്ല മഴയുള്ള ഒരു രാത്രി. ഒരായിരം പെൺജന്മങ്ങളുടെ ഇരുളിലേക്ക് ആത്മധൈര്യത്തിൻ്റെ അറിവ് പകർന്ന് പ്രകാശം വിതറാൻ അവൾ കടന്നുവന്നു. മദർ എലീശ്വ. വൈപ്പശ്ശേരി തൊമ്മൻ താണ്ട ദമ്പതികളുടെ മൂത്തകുട്ടിയായി 1831 മദർ എലീശ്വ ജനിച്ചു. കുട്ടിയായിരിക്കുമ്പോഴേ തികഞ്ഞ ഭക്തയും പാവങ്ങളോട് അളവറ്റ കരുണയും സഹാനുഭൂതിയും ഉള്ളവളായിരുന്നു എലീശ്വ. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹിതയായി ഒരു കുഞ്ഞിന് ജന്മം നൽകി. അധികം താമസിയാതെ വിധവയുമായി. നിയോഗത്തിൻ്റെ മുൾവഴിയിൽ പതറാതെ താഴേക്കിടയിലുള്ള പാവങ്ങളെ ചേർത്തുപിടിച്ച് ഈ ധീരവനിത മുന്നേറി. ആഴമായ പ്രാർത്ഥനയിൽ നീണ്ട 1.5 വർഷക്കാലം പത്താഴപ്പുരയിൽ ഏകാന്ത ധ്യാനത്തിൽ മുഴുകി ജീവിച്ചു. തുടർന്ന് വീട്ടുകാരുടെ എതിർപ്പുകളെ അവഗണിച്ച് സന്യാസ ജീവിതം സ്വീകരിച്ചു. അമ്മയോടൊപ്പം മകൾ അന്നയും അനുജത്തി ത്രേസ്യയും സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. കേരളത്തിലെ ആദ്യ സന്യാസിനിയും ഇന്ത്യയിലെ ആദ്യ കർമ്മലീത്ത മഠസ്ഥാപകയുമായ ഈ അമ്മ ആത്മധൈര്യത്തോടെ തൻ്റെ ജീവിതം പാവങ്ങളുടെയും സ്ത്രീജനങ്ങളുടെയും ഉന്നമനത്തിനു വേണ്ടി സമർപ്പിച്ചു. എതിർപ്പുകളെ അതിജീവിച്ച് സ്ത്രീ വിദ്യാഭ്യാസം സജീവമാക്കി കേരളത്തിലെ ആദ്യ കോൺവെന്റ് സ്കൂൾ സ്ഥാപിച്ചു. ഞാൻ മദർ എലീശ്വ. ദാ ഇതു കണ്ടില്ലേ, എല്ലാവരും വിദ്യാഭ്യാസത്തിലേക്ക് ചുവടുവയ്ക്കുന്നു. ഇങ്ങനെ ഒരു ലോകമായിരുന്നു എൻ്റെ സ്വപ്നം. എന്നാൽ ഇന്നലെ വരെ ഇവിടെ സ്ത്രീ വിദ്യാഭ്യാസം യാഥാർത്ഥ്യമാകാത്ത വെറുമൊരു സ്വപ്നം മാത്രമായിരുന്നു. നമ്മുടെ അരുമയായ പെൺകുഞ്ഞുങ്ങൾ അടുക്കളയുടെ പിന്നാമ്പുറങ്ങളിൽ ജീവിതം എരിച്ചു തീർക്കുകയായിരുന്നു. വിദ്യാഭ്യാസത്തിന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയൂ.
അത് നമ്മുടെ അവകാശമാണ്. നിങ്ങൾക്കൊപ്പം ഞാനുണ്ട് മക്കളെ. നിങ്ങൾ ആരെയും പേടിക്കേണ്ട. പഠിച്ചു വളർന്ന് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ പുറത്തെടുക്കൂ. എന്റെ മകളെ, നീ കരയാതെ. നിനക്ക് വേണ്ടി പൊരുതാൻ ഈ അമ്മയില്ലേ? ദൈവം എന്തിനാണെന്നെ വിളിച്ചതെന്ന് എനിക്ക് വ്യക്തമായും മനസ്സിലാകുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഞാൻ ഏതറ്റം വരെയും സഞ്ചരിക്കും. വേദനിക്കുന്ന പെൺമക്കൾ എന്റെ ഹൃദയത്തിന്റെ നോവാണ്. അവർക്ക് വെളിച്ചമാകാൻ ഞാൻ ദൈവകരങ്ങളിലെ വെറുമൊരു റാന്തൽ മാത്രം. കുട്ടിയായിരുന്നപ്പോഴേ എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോ അമ്മൂമ്മയാണോ ആ കുട്ടിമാളു? അതെ മോളെ, ആ കുട്ടിമാളു ഈ അമ്മൂമ്മ തന്നെയാ. ഡീ കുട്ടിമാളു, നീ ഇവിടെ എന്തെടുക്കുവാ? ഹോ, തണുത്തു വിറച്ചിട്ട് വയ്യ. പുതക്കാൻ ഒരു പുതപ്പ് പോലും എടുത്തില്ല. അതെങ്ങനാ? ജീവനും കൊണ്ടോരോട്ടായിരുന്നില്ലേ? ദാ ഇവനാ ചെമ്പിലിരുത്തി എന്നെ ഈ ക്യാമ്പിലെത്തിച്ചത്. ആഹാ, സുന്ദരിക്കുട്ടികൾ രണ്ടും ഇവിടെ ഇരിപ്പാണോ? എന്ത് തുണിയാ രണ്ടും ഈ പറയുന്നത്? പോടത്തെമ്മാടി. ഓൻ്റെ ഒരു കാര്യം, ഇപ്പോഴും കൊച്ചു കുട്ടിയാന്നാ ചെക്കൻ്റെ വിചാരം. കഞ്ഞി റെഡിയായിട്ടുണ്ട്, വേണമെങ്കിൽ വന്നോട്ടോ. ഞമ്മൾ വരണ് ചെക്ക, കിടന്ന് കാറാതെ. തല്ലും വഴക്കുമായി നടന്നോനാ. എന്തോരാ തന്തയും തള്ളയും വിഷമിച്ചിരിക്കണ്. പക്ഷേങ്കിൽ ഓൻ വേണ്ടി വന്നു നമ്മളെ രക്ഷിച്ച് ഈ ക്യാമ്പിലെത്തിക്കാൻ. ആർക്കാരെയാ ഉപകരിക്കാന്ന് പറയാൻ പറ്റില്ല എൻ്റെ പാത്തുവേ. അവനെ കാണുമ്പോ എൻ്റെ കുഞ്ഞൂട്ടൻ മുന്നിൽ വന്ന് നിൽക്കണ പോലെയാ തോന്നണേ. ഓ, തുടങ്ങിയോളുടെ ഒരു കരച്ചില്. ഇങ്ങനെ കരഞ്ഞിട്ട് മയ്യത്തായോരോ ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ എൻ്റെ മാളുവേ? ഇപ്പോ ദൈവം ഓനായി ഓനെ തന്നില്ലേ എനക്ക്? എന്താ തീർന്നില്ലേ ഇതുവരെ കിന്നാരം? എൻ്റെ പുന്നാരം ആളക്കുട്ടിക്ക് തന്നാ പറ്റിയേ? ഒന്നുമില്ലട മോനെ, വെറുതെ. പിന്നെ ഒന്നുമില്ലാതാണല്ലോ കണ്ണെന്നറിയണേ. എണീറ്റേ രണ്ടാളും, എനിക്ക് നട നട നട. എന്താ എന്താ എന്തു പറ്റി? എന്തു പറ്റി ഇവിടെ? ജോസ് കുഞ്ഞമ്മണിയെ നോക്കി വീട്ടിൽ പോയതാ, ഇതുവരെ വന്നില്ല. നേരമാണെങ്കിൽ രാത്രിയായി. അതെ, ഇളയ കുട്ടിയാണോ കുഞ്ഞമ്മണി? അല്ല. പിന്നെ ആട്ടിൻകുട്ടിയാണോ? അല്ല പിന്നെ. ഒന്ന് മാറി നിക്കടോ അങ്ങോട്ട്. ഈ ജോസിന് ഇത് എന്നാത്തിന്റെ കേടായിരുന്നു? കേടുണ്ടായിരുന്നോ? അപ്പ ഡോക്ടറെ കാണാൻ പോയതാ. ഒന്ന് ചുമ്മാതിരി സോമേട്ട, വെറുതെ കള്ളം കുടിച്ച്. സോമേട്ടൻ മിണ്ടണില്ലേ? വാറാ സിംഗടി, നമുക്ക് പോയേക്കാം. മോള് വിഷമിക്കേണ്ട. കുഞ്ഞമ്മണിയേയും അപ്പാച്ചിയേയും ചേട്ട പോയി നോക്കാം. മല ഇടിച്ചും മരം മുറിച്ചും പ്രകൃതിയെ ദ്രോഹിക്കുന്നതിന്റെ ഫലമാ ഇതൊക്കെ. അതെങ്ങനെ പറഞ്ഞാ മനസ്സിലാവുന്നവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇപ്പൊ പറഞ്ഞത് വാസ്തവം. അവന് ബോധമുണ്ട്, അല്ലാണ്ട്. അന്നൊഴുകിക്കിട്ടിയ കർണനായി നാടിനു മുഴുവൻ സ്വന്തമായി എൻ ജീവനെ വളരെ. Earth is the only known planet having life in this universe. We should respect and maintain everything we get from our Mother Earth. ദേ അപ്പാച്ചി. ഇതാ മണിക്കുട്ടിയുടെ കുഞ്ഞമ്മണി. സന്തോഷമായോ? താങ്ക് യു ചേട്ടായി. എന്താ എന്താ പറ്റിയപ്പൻ്റെ ജോസേ? മണിക്കുട്ടിയുമായി മടങ്ങുമായിരുന്നു. പഴന്തോട് കടക്കുവാനായില്ല. ശക്തമായ ഒഴുക്കിൽ വഞ്ചി മറിഞ്ഞു. മുങ്ങിയും പൊങ്ങിയും മരണം അടുത്ത് കണ്ടു. പെട്ടെന്നൊരു മരക്കൊമ്പിൽ പിടുത്തം കിട്ടി. ഇരുട്ടിൽ അതിൽ അള്ളിപ്പിടിച്ചങ്ങനെ കിടന്നു. എത്ര നേരം കിടന്നെന്നറിയില്ല. ഒഴുക്കിൻ്റെ ശക്തിയിൽ മരക്കൊമ്പ് ഒടിയാറായി. അപ്പോഴാ ആരെങ്കിലും ഉണ്ടോ എന്ന് ഈ മോൻ്റെ വിളി കേട്ടത്. ദൈവമാടാ നീ, ദൈവം. ഇതിന് എങ്ങനെയാ നന്ദി പറയണേന്ന് എനിക്കറിയില്ല.
കരഞ്ഞോണ്ട് നിൽക്കാതെ എല്ലാവരും ഒന്ന് ചില്ലായേ. ദുഃഖ ഒരു പാട്ടങ്ങിട്ടെ, വെറുതെ മനുഷ്യനെ കരയിക്കാൻ. പാട്ടിട് അബ്ദുക്ക, പാട്ടിട്. കൊന്നുകൊല്ലലും നാളെ നമ്മൾ അയച്ചുള്ള നിക്കാഹല്ലേ. ആരാതിപ്പം മടത്തനെ? നമ്മുടെ ഷിബുമോൻ. നമ്മുടെ ഷിബുമോൻ ആരാ മോൻ? പാട്ടിട് അബ്ദുക്ക, പാട്ടിട്, പാട്ടിട്. ദേ നോക്കടാ, ശിബുമോനിപ്പോ എന്താ ഒരു ഫാൻസാ. ഒന്ന് പോ ചേട്ടാ, കളിയാക്കാതെ. അതെ അതെ, നമ്മളൊക്കെ ഇവിടെ ഉണ്ട് ട്ടാ. ഡാടാ വിട്ടുപോടാ, വിട്ടുപോ. എന്താടാ? നിനക്കെന്നെ തല്ലണ? പറടാ, നിനക്കെന്നെ തല്ലണാന്ന്? ഞാൻ ആരാന്ന് നിനക്കറിയോ? നിനക്കറിഞ്ഞൂടെങ്കിൽ അത് എന്നോട് ചോദിക്കണം ഞാൻ ആരാണെന്ന്. അപ്പൊ ഞാൻ പറയും നിനക്കറിയൂടെങ്കിൽ ഞാൻ ആരാണെന്ന്. നിനക്കറിയാമെങ്കിൽ ഞാൻ പറയും അതാണെന്ന്. മനസ്സിലാടാ? ഈ ഏണി നിന്ന് ഞാൻ വേണ്ട വേണ്ട, വിട്ടള. അമ്മോ, എന്നെ കൊല്ലണേ. ചാഞ്ചക ചൂംചക. അല്ല, നമ്മളെന്താ പറഞ്ഞു വന്നത്? ചേട്ടന്റെ വീട് എവിടാന്ന്? പറയടാ ശിവമോനെ, പറ. അതിപ്പോ ആ കൃഷ്ണന്റെ അമ്പലമില്ലേ, അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ്. ചേട്ടാ, എന്താ ഇത്ര ആലോചന? ഇല്ല മോനെ, വെറുതെ. നിനക്കറിയോ, ദോ ആ നക്ഷത്രത്തിലൊന്നാ എൻ്റെ മറിയേണ്, മറ്റേത് എൻ്റെ മരിയ മോളും. വേഗം അവരുടെ അടുത്തെത്താനാ ഞാനിങ്ങനെ കുടിച്ച്. സ്വർഗായിരുന്നടാ, സ്വർഗം. കഴിഞ്ഞ പെരുമഴക്കാലത്ത് ഇവിടെ വെള്ളം പൊങ്ങിത്തുടങ്ങിയപ്പോൾ പ്രളയം പേടിച്ച് വെള്ളം കയറാത്ത സ്ഥലം നോക്കി അവിടെ മൂത്ത ചേടത്തിയൊരുത്തിയുണ്ട് ചൂരൽമലയിൽ. അവിടെ അവർ സുരക്ഷിതമായിരിക്കുമല്ലോ എന്ന് കരുതി അവിടെ കൊണ്ടാക്കിയതാടോ. പിന്നെ എനിക്ക് അവരെ കാണാൻ കിട്ടിയില്ലടോ, എൻ്റെ പൊന്നു മോള്. പിന്നെയും തോരാമഴയുടെ ജൂലൈ വരുന്നു. ജീവനും സ്വപ്നങ്ങളും ഭൂഗർഭത്തിലേക്ക് ആണ്ടുപോയ ആ മരണപ്പെയ്ത്തിന്റെ പാതിരാവിന് ഒരാണ്ട്. ഒരു നൊടിയിലെല്ലാം വാർന്നു തീരുമ്പോഴും ജീവന് വേണ്ടി മുഴങ്ങിയ അവസാന നിലവിളികൾ. ചൂരൽമലയിലെ ഉരുള് പൊട്ടിയിട്ടുണ്ട്. വീട്ടിലൊക്കെ വെള്ളം കയറി. എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു. ദൈവമേ, ഈ വയ്യാത്ത ആളെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ചേട്ടാ, വിഷമിക്കാതെ. ചേട്ടന് ശരിക്കും അവരോട് സ്നേഹമുണ്ടെങ്കിൽ ചേട്ടൻ ഇനി കുടിക്കരുത്. മദ്യപാനം ഒന്നിനും ഒരു പരിഹാരമല്ല ചേട്ടാ. ചേട്ടൻ്റെ മരിയമോളെപ്പോലെ എത്രയോ കുട്ടികൾ മാതാപിതാക്കളില്ലാതെ വിഷമിക്കുന്നുണ്ടെന്നറിയോ? നോക്ക് ചേട്ടാ, നമ്മുടെ മണിക്കുട്ടിയുടെ കൂട്ടുകാരിയെ ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1 മാസം മുമ്പ് ഓഗി ചുഴലിക്കാറ്റിൽ വീടിടിഞ്ഞ് അപ്പനും അമ്മയും പോയി. പാവം, ദാ വരുന്നത് കണ്ടോ? ചേട്ടൻ്റെ മരിയമോളെയായി ഇവളെ കണ്ടൂടെ? അവൾക്ക് വേണ്ടി ചേട്ടന് ജീവിച്ചൂടെ? മോളെ, മരിയ മോളെ,
അപ്പാന്ന് വിളിക്കും മോളെ, അപ്പാന്ന് വിളി. അപ്പാ. എന്താ അപ്പോ അവിടെ ഒരു വെട്ടം? ശരിയാണല്ലോ, ആരോ ടോർച്ച് മിന്നിക്കണത് പോലെ. കുടുങ്ങിക്കിടക്കണ ആരോ സഹായം ചോദിക്കുന്നതാണെന്ന് തോന്നണ്. എല്ലാരും തന്നെ എത്തിയതാണല്ലോ, ഇനിയിപ്പൊ ആരാണാവോ? ഈ ഇരുട്ടിൽ ഇത്രയും മുഴുക്കിൽ ഇനി ആര് പോകാനാ? ഞാൻ പോകാം. നിങ്ങൾ ആ വഞ്ചി ഒന്ന് ഇറക്കാൻ സഹായിക്ക്. വേണ്ട മോനെ, അപകടമാ. ശരിയാ മോനെ, തിരിച്ചു കേറാൻ പറ്റിയെന്ന് വരില്ല. അപകടമാണെന്നും പറഞ്ഞ് അറിഞ്ഞോണ്ട് ഒരാളെ എങ്ങനെയാ മരിക്കാൻ വിടുന്നേ? ഒന്നും വരില്ലെന്നേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ രണ്ടമ്മമാരുള്ളപ്പോൾ എനിക്കെന്ത് വരാനാ? നില്ല്, ഞാനും വരാം മോനെ. വേണ്ട, മരിക്കേണേ അതൊറ്റയ്ക്കു മതി. ചേട്ടൻ ഇവരോടൊപ്പം വേണം. അല്ലാ, ഓനെ കാത്തോളി. സമയം ഒത്തിരി ആയല്ലോ. ഇപ്പോഴാണേ വെട്ടവും കാണാനില്ല. നേരം വെളുക്കാറായോടോ കുട്ടാ. ഉവ്വ് മാളുവമ്മേ, അവൻ പോയിട്ടിപ്പോ മണിക്കൂർ 4 എന്തേലും പറ്റിയോന്നാ. ഒന്ന് പോച്ചക്ക, വേണ്ടാതീനം പറയാതെ. നീ വിഷമിക്കാതെ മാളു, ഓൻ ഇപ്പൊ വരും. ഓനെ പടച്ചോൻ കാക്കും. ദേ ചേട്ടായി, അവര് വന്നേ. അല്ല, ഷിബുമോൻ എന്തേ? ഞങ്ങളെയും കൂട്ടി പകുതി ദൂരം പിന്നിട്ടതാണ്. പക്ഷേ കുത്തൊഴുക്കായിരുന്നു. വഞ്ചി നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വള്ളം മറിഞ്ഞു. ഞങ്ങൾ എല്ലാവരും മുങ്ങിപ്പോയി. എന്നെ രക്ഷിച്ച് വഞ്ചിയിലിട്ടു. പിന്നെ എൻ്റെ മോനെ. പെട്ടെന്ന് ഷിബു മോൻ ഒഴുക്കി താണുപോയി. പിന്നെ പിന്നെ തിരിച്ചു വന്നില്ലവൻ. അയ്യോ, എന്റെ ഷിബുമോനെ. അങ്ങനെ രക്ഷിക്കാൻ പോയ താൻ ഇവിടെയായി. കൊള്ള. എന്തു ചെയ്യാനാ, എൻ്റെ വിധി. അവരെ രക്ഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തളർന്നിരുന്നു. കയ്യും കാലും കുഴഞ്ഞ് താണുപോയത് ഓർക്കുന്നുണ്ട്. ഓർമ്മ വന്നപ്പോ ദാ ഇവിടെ. കൊള്ള. ദേ ദൂത, ചേട്ടാന്ന് വിളിച്ച നാവ് കൊണ്ട് തന്നെ വേറൊന്നും പറയിപ്പിക്കരുത്. ഞാനിവിടെ ആകെ ജീവൻ കളഞ്ഞ് രക്ഷിച്ചതാ. എന്നിട്ടിപ്പോ സ്വർഗത്ത് കേറ്റില്ല പോലും. മനസ്സാക്ഷി ഉണ്ടോ നിങ്ങൾക്ക്? അതെങ്ങനെ? മനുഷ്യനാണെങ്കിലല്ലേ മനസ്സാക്ഷി ഉണ്ടാവൂ. ഡാടാ കൊച്ചനെ, മനസ്സാക്ഷിയുടെ കാര്യമൊന്നും നീ പറയണ്ട. എടാ, പിഞ്ചു കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത കൂട്ടരാടാ മനുഷ്യര്. അല്ല പിന്നെ ഓരോ സമയത്തും ഓരോ അതിജീവിതമാരെ സൃഷ്ടിക്കലല്ലേ നിന്റെയൊക്കെ പണി. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് നീയൊക്കെ ചിന്തിക്ക്, എന്നിട്ട് തിരുത്ത്. മനസ്സാക്ഷി ഉണ്ടോ പോലും, മനസ്സാക്ഷി. അല്ല, ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താകാനാ? ചില കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് ഓർക്കുമ്പോഴുണ്ടല്ലോ, ഞാനാക്കി തീ പിടിക്കുവാടോ, തീ പിടിക്കുക. ഞാനിതൊക്കെ പറഞ്ഞ് തന്നെ വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം? പോട്ടെ, തൻ്റെ പ്രശ്നത്തിന് പരിഹാരമായിട്ടേ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ആ നരകത്തിലോട്ടൊന്ന് വിളിച്ചു ചോദിക്കാം. ഹലോ, നരകമല്ലേ? അതേ, ഇന്നത്തെ ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ഷിബുമോൻ്റെ പേരുണ്ടോ എന്ന് നോക്കിയേ. ഇല്ലേ? ഓ, ശരി ശരി ശരി. അവിടെയും പേരില്ല, ഇവിടെയും പേരില്ല. അവിടെ എവിടെ ഇല്ലെങ്കിൽ പിന്നെ എവിടെ പോയി നിന്റെ പേര്? കൊള്ളാം, എന്നോടാ ചോദിക്കണേ. ഇപ്പോൾ ആർക്കും വേണ്ടാത്തവനായി ഈ ഞാൻ അല്ലേ? കൊള്ളാം. അതല്ല ഷിബുമോനെ, നീ വിഷമിക്കല്ലേ. ഞാനേ ഒരു കാര്യം ചെയ്യാം, ഞാൻ ദൈവത്തോടൊന്ന് വിളിച്ചു ചോദിക്കാം. ഹലോ, ദൈവമേ, ഇത് ഞാനാ. അതേ, ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു ഷിബുമോൻ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് കടത്തിവിടാത്ത വിഷമത്തിലാള്. പക്ഷെ നമ്മുടെ ലിസ്റ്റിൽ പേരില്ലാന്നേ, നരകത്തിലും ഇല്ല. എന്താ ചെയ്യുക? ആണോ? ശരി ശരി, അങ്ങനെ ചെയ്യാം.
അപ്പോഴേ ഷിബുമോനെ ദൈവം പറയുന്നത് എന്താന്ന് വെച്ചാലേ, ഒന്ന് പറയണ്ട ചേട്ടാ. എടാ, കാര്യം നീ തലതിരിഞ്ഞവനായിരുന്നു. പക്ഷേ നിന്നിൽ വന്ന മാറ്റമുണ്ടല്ലോ. ജീവൻ പോയേക്കാമെന്നറിഞ്ഞിട്ടും മറ്റൊരു ജീവൻ രക്ഷിക്കാൻ നീ തയ്യാറായില്ലേ? അതും 1-2 പ്രാവശ്യമല്ല, ഒരുപാട് ആൾക്കാരെ നീ രക്ഷിച്ചില്ലേ? അതുകൊണ്ട് ഒന്നുമില്ല, നീ തിരിച്ചു പൊക്കോടാ. ഉള്ളതാണോ? അതേടാ, നീ തിരിച്ചു പൊക്കോടാ. ഹായ് ഹേ ഹേ യാ 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 ഹായ് ഹേ 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 ഊ. എന്നാൽ എൻ്റെ ഷിബുമോനെ, എൻ്റെ ഷിബുമോനെ, എൻ്റെ ഷിബുമോനെ. ബോഡി പോലും കിട്ടിയില്ലല്ലോ. നമ്മളിനിയിപ്പോ എന്താ ചെയ്യുക? കണ്ണു പൊത്തി കളിക്കും. ഒന്ന് പോടോ. വേണ്ടെങ്കിൽ വേണ്ട, ആശാനിപ്പോ നമ്മളൊന്നും വേണ്ടല്ലോ. പുണ്യാളനായില്ലേ, പുണ്യാളൻ. ഇനി തരാനൊരു സ്ഥലം പോലും ബാക്കിയില്ല. കടലിൽ പോണോരാ മത്സ്യത്തൊഴിലാളികള്, അവര് പോലും മടുത്തു കഴിഞ്ഞു. പിന്നെ എന്നിട്ട് എനിക്ക് മടുത്തില്ലല്ലോ. കിട്ടിയ ഞാൻ ഇന്നീ അടിക്കും. ഈ പട്ടിയെ ഞാൻ. ദേ ചേട്ടായി വരുന്നു. എന്റെ മോനെ, നീ എവിടെയായിരുന്നടാ? നിനക്ക് എന്താ പറ്റിയത്? ഈ അമ്മ എന്തുമാത്രം വിഷമിച്ചിരുന്നെന്ന് അറിയാവോ നിനക്ക്? അപ്പൊ നീ ചത്തില്ലടാ. എൻ്റെ ഈ അമ്മമാർ ഇവിടെ ഇരുന്ന് എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കെങ്ങനെ ചാവാൻ പറ്റുമോ? അല്ലേ എൻ്റെ കുട്ടിമാളു? പഠിച്ചോനെ, നീ നമ്മുടെ ദുആ കേട്ടു. മരിച്ചാലും ഇല്ലെങ്കിലും മറ്റുള്ളവരുടെ മനസ്സിൽ മരണമില്ലാതെ ഇങ്ങനെ ജീവിക്കാൻ കഴിയുക, അതൊരു സുഖമല്ലേ? ഷിബുമോ മരിച്ചുപോയി. ഇതൊരു പുനർജന്മമാണ്. മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കാൻ പഠിച്ച പുനർജന്മം. ജോസേട്ടാ, കുട്ടാ, എന്താ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണേ? ഇത് ഞാനാ, നിങ്ങളുടെ ഷിബുമോൻ. പാട്ടിരുന്നേ, നമുക്കടിച്ച് പൊളിക്കണ്ടേ? ഇപ്പൊ ശരിയാക്കി തരാം മോനെ. മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കാൻ, പ്രകൃതിയെയും പ്രപഞ്ചത്തെയും കരുതാൻ കരുത്തുള്ള ഒരു തലമുറ ഇവിടെ നിന്നും പൊട്ടിപ്പുറപ്പെടട്ടെ. ഇതൊരു നല്ല സൃഷ്ടിയാണെങ്കിൽ ഇനിയുള്ളവർക്ക് ഇതൊരു മാതൃകയാകട്ടെ. അല്ലെങ്കിൽ ഇനി വരുന്ന നല്ല സൃഷ്ടികളാകട്ടെ മാതൃക. ഈ പ്രയാണത്തിൻ്റെ അവസാനമെത്തിയിരിക്കുന്നു. ദീർഘയാത്രയ്ക്കു ശേഷം തളർന്നവശരായി തണ്ണീർപ്പന്തലുകളിൽ വെച്ച് പിരിയുന്നത് പോലെ ഇവിടെ നമുക്ക് പിരിയാം. ഈ യാത്രയിൽ നിങ്ങളെ ഞങ്ങൾ മുഷിപ്പിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു. ആകാശത്തു കാണുന്ന മഴവില്ലിൻ്റെ ചാരുത ഇവിടെ പകരാനായിരുന്നു ശ്രമം. എത്രത്തോളം ഫലവത്തായി എന്നറിയില്ല. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ജ്ഞാനമാണീശ്വരൻ, നന്മയാണീശ്വരൻ, നമ്മിലാണീശ്വരൻ. ശുഭയാത്ര, ശുഭരാത്രി.